താങ്ക് ലോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? എന്ത് ചോദ്യമാണോ? പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രശ്നങ്ങളെ തുടർന്ന് എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്? ഇന്നുവരെ ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത വലിയ ദുരന്തം, വലിയ ദുരിതം ഇതാ ഈ പ്രശ്നത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു അല്ലേ? ഫലം എന്താണ്? കണ്ണുനീരായി, നിലവിളിയായി, പരിഭവം പറച്ചിലായി, പരിവേദനമായി, ഷുഗറായി, കൊളസ്ട്രോളായി, അയ്യോ ഒന്നും പറയണ്ട. ഇത് ലോക മനുഷ്യൻ. എന്നാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ അഥവാ ഭക്തൻ പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ അവൻ എന്താണ് കാണേണ്ടത്, അല്ലെങ്കിൽ അവൻ എന്ത് കാണും? അതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകലിൽ അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഇപ്പോൾ കാണുന്ന ചില കാഴ്ചകൾക്ക് മാറ്റം വരുത്തുവാൻ ചിലർ തയ്യാറാകുമെങ്കിൽ, അങ്ങനെ തയ്യാറാകുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കാത്തത്, എക്സ്പെക്റ്റ് ചെയ്യാത്തത് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ പോകുകയാണ്. വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഭയപ്പെടുത്തുന്ന ദിവസങ്ങളാണ്, ഭയത്തിൻ്റെതായ ഭീകര നാളുകളാണ്. ആ പ്രതീക്ഷയ്ക്കപ്പുറമായി ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്ന സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരും. കാഴ്ചപ്പാട് മാറ്റുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. അപ്പോൾ ആ ഭാഗത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ഒരു വാക്യം ഞാൻ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ദൈവത്തെ കണ്ടു. നല്ല കാര്യം ദൈവത്തെ കാണുവാൻ കഴിയുക എന്നുള്ളത്. എന്നാൽ അവിടെ വളരെ വ്യക്തമായി നാം ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അദൃശ്യ ദൈവമാണ്. അദൃശ്യ ദൈവത്തെ, കാണുവാൻ കഴിയാത്ത ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ദൈവത്തെ മോശ കണ്ടു. എങ്ങനെ? വിശ്വാസത്താൽ. വിശ്വാസത്താൽ മോശ അദൃശ്യനായ ദൈവത്തെ കാണുകയാണ്. എവിടെ? ഫറവോനും തനിക്കും മധ്യത്തിൽ. പാട. പക്ഷെ ഒരു എളുപ്പ വഴിയുണ്ട്, പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം അല്പം വ്യത്യാസത്തോടെ ഒന്ന് ചെയ്യുവാൻ തയ്യാറായാൽ മതി. എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊരു പ്രശ്നത്തിനകത്തായി. അപ്പോൾ നിങ്ങൾ എന്താ മുൻപിൽ കാണുന്നേ? ഇതുവരെ ആരുടെ ജീവിതത്തിലും കടന്നു വന്നിട്ടില്ലാത്ത വലിയ ദുരന്തം, വലിയ കഷ്ടത. രോഗം കടന്നു വന്നു. അയ്യോ, ഈ രോഗത്തിൽ നിന്ന് ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാനിതോടെ ചത്തുപോകും. ഉള്ളതെല്ലാം വിറ്റ് പറക്കി കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും ഒപ്പമുള്ളവർ നല്ല ചികിത്സ തരും. വളരെ പ്രതീക്ഷയോടെ അവർ ഭവനത്തിനകത്ത് കൊണ്ടാക്കും. അപ്പോൾ തൊട്ട് വിളി തുടങ്ങും, അയ്യോ ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല. നീ സ്വയം ചത്ത് ഒപ്പമുള്ളവരെയും കൊന്ന് അയ്യോ ഇത് തീർന്നു, ഇനിയില്ല, ഇനി എനിക്ക് എൻ്റെ ഭർത്താവില്ല. അയ്യോ പോയി പോയി പോയി. ആരൊക്കെയോ എൻ്റെ ഭർത്താവിനെ വിളിക്കുന്നു, ആരോടൊക്കെയോ എൻ്റെ ഭർത്താവ് സംസാരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ ഫോൺ എടുത്തോണ്ട് പോയി. അയ്യോ പോയി, എനിക്കിനി ഭർത്താവില്ല, എൻ്റെ ഭാര്യ പോയി പോയി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതിങ്ങനെ നിന്നാൽ എൻ്റെ മക്കൾ, ഞങ്ങളുടെ തലമുറകൾ അവർ നഷ്ടപ്പെട്ടു പോകും. അവരുടെ സംസാരം ശരിയല്ല, അവരുടെ കൂട്ടുകെട്ട് ശരിയല്ല, അവരുടെ നോട്ടം ശരിയല്ല, അവരുടെ സ്വഭാവം ശരിയല്ല. ഈ പ്രശ്നം ഇങ്ങനെ തുടർന്നാൽ ഞാൻ പലതും വിറ്റുപറക്കി തുടങ്ങിയ ഈ ബിസിനസ് പൊളിയും, ഞാൻ കുത്തുവാള എടുക്കും. അയ്യോ, ഈ കാണുന്നത് വല്ലതും ഉണ്ടായിട്ടാണോ കാണുന്നേ? ഇല്ല, ഇപ്പോൾ ഇല്ല, ഭാവിയിൽ സംഭവിക്കുമെന്നാ കാണുന്നേ. അപ്പോൾ ഇതൊക്കെ കാണുന്നത് പോലെ ദൈവത്തെ കാണുക. പ്രശ്നമുണ്ട്, യാഥാർത്ഥ്യമാണ്. പ്രശ്നത്തിനും നിങ്ങൾക്കും മധ്യത്തിൽ മോശ ഫറവോനും തനിക്കും മധ്യത്തിൽ ദൈവത്തെ കണ്ടതുപോലെ നിങ്ങൾ ദൈവത്തെ കാണുക. അങ്ങനെ ദൈവത്തെ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഉറച്ചു നിൽക്കും. ഉറച്ചു നിന്നാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം വലിയൊരു പ്രശ്നത്തിലായിരിക്കുന്നു. മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ ഫറവോൻ. എന്നാൽ മോശയുടെ വാക്ക് കേട്ട ദൈവത്തിൻ്റെ ജനം ഫറവോനും അവൻ്റെ സൈന്യത്തിനും മധ്യത്തിൽ അദൃശ്യനായ ദൈവത്തെ കണ്ടു. ഫലം എന്താണ്? അവർക്ക് മുമ്പിൽ ചെങ്കടൽ വഴി തുറന്നു കൊടുത്തു. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ആയിരിക്കുന്ന പ്രശ്നത്തിന് മധ്യത്തിൽ, ആ ജോലി സ്ഥലത്ത് തന്നെ നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന് മധ്യത്തിൽ
അദൃശ്യനായ ദൈവത്തെ വിശ്വാസത്താൽ കാണുവാൻ തയ്യാറാകുമെങ്കിൽ ആ പ്രതികൂലത്തിന് മധ്യത്തിൽ ദൈവം നിനക്ക് വഴി തുറന്നു തരും. യേശുവിൻ നാമത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുകയാണ്, ഇതോടെ തീർന്നു, കടം കയറും, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും, അയ്യോ എനിക്കിനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, മതിയാക്ക്, ദൈവത്തെ കാണ്, നിന്റെ പ്രശ്നത്തിന് മധ്യത്തിൽ ദൈവത്തെ കാണ്, അവൻ നിനക്ക് വഴി തുറന്നു തരും. ഓ സ്തോത്രം. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിലെ ആ പ്രശ്നത്തിന് മധ്യത്തിൽ ദൈവത്തെ കാണ്. നാട്ടുകാരെ കണ്ടത് മതി, സഹായികളെ കണ്ടത് മതി, ഓ ദൈവത്തെ കാണ്. നിനക്കും നിന്റെ പ്രശ്നത്തിനും മധ്യേ സർവശക്തനായ ദൈവത്തെ കാണ്. ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് നീ ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന നിന്റെ പ്രശ്നത്തിന് മധ്യത്തിൽ ദൈവം വഴി തുറന്നു തരും. സ്മൂത്തായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് വഴി തുറന്നു തരും. അതേ മാതാവേ, പിതാവേ, ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ കാണ്. തലമുറകളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, ആഗ്രഹിച്ചതൊന്നും അവരിൽ നിന്ന് കാണുവാൻ കഴിയുന്നില്ല, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. പ്രശ്നമാണ്. നിനക്ക് മാത്രമല്ല, നിന്നെ കാണുന്നവർക്കും അറിയാം. നീ എനിക്കൊപ്പമായിരിക്കുമ്പോൾ ഞങ്ങൾക്കും ദൈവത്തിന്റെ ആത്മാവിനാൽ അത് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. നീ പ്രശ്നത്തിനകത്താണ്, പക്ഷേ ആ പ്രശ്നത്തിന് മധ്യത്തിൽ മോശ ദൈവത്തെ കണ്ടതുപോലെ ദൈവത്തെ കാണ്. ദൈവം ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴി തുറന്നു തരും. വഴി കാണാതെ കൈയും കാലും വിട്ട് അടിക്കുക. എങ്ങനെ ഈ കടത്തിൽ നിന്ന് പുറത്തു വരും? എങ്ങനെ ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരും? ദൈവം നിനക്ക് പുറത്തു വരുവാൻ തക്കവണ്ണം വഴി തുറന്നു തരിക. ഓ താങ്ക് യു ലോർഡ്. ദൈവമുള്ളവന്, അല്ല ദൈവത്തെ കണ്ടവന് ചെങ്കടലിന് മധ്യത്തിൽ വഴി ഒരുക്കപ്പെടുന്നു. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുവാനുള്ള നിങ്ങളുടെ അവസരം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല, റെഫറൻസ് പറയുന്നില്ല, വായിച്ചു നോക്കുക. ദൈവത്തെ കണ്ടവർക്ക് ചെങ്കടലിൽ വഴി തുറന്നു, ദൈവത്തെ കാണാത്തവർ ആ ചെങ്കടലിൽ വീണ് തകർന്നു. യേശുവിൻ നാമത്തിൽ. ഇത് തന്നെയാണ് ഇന്ന് പകലിൽ നിങ്ങളോടുള്ള ദൂത്. നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മധ്യത്തിൽ കാണുമെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നത്തെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകും. ഓ താങ്ക് യു ലോർഡ്. ഈ ചെങ്കടലിൽ നിങ്ങൾ ഒടുങ്ങിപ്പോകത്തില്ല. എപ്പോൾ ദൈവത്തെ കാണുമെങ്കിൽ. കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ പ്രിയരെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ദുരന്തമൊക്കെ തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. ദൈവത്തെ കാണുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. പിന്നെയും വേദപുസ്തകം അത് അസന്നിഗ്ധമായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ആവർത്തിച്ച്. ദൈവത്തെ കണ്ടവർ 3 യഹൂദ ബാലന്മാർ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. ആളിക്കത്തിയ തീച്ചൂള ദൈവത്തെ കണ്ടവർക്ക് കുളിർ മഴയായി മാറി. ഓ സ്തോത്രം, ആമേൻ. ഒരു വേനൽ മഴയ്ക്ക് വേണ്ടി കാത്തിരുന്ന് മഴ കിട്ടുമ്പോൾ ചാടി ഇറങ്ങി വെള്ളത്തിൽ കളിക്കുന്ന പിള്ളാരെ പോലെ വെന്തു പോകുന്നത് കാണുവാൻ നോക്കിയിരുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ആഘോഷിക്കുക. ആമേൻ. ഒപ്പം ദൈവവുമുണ്ട്. അവർ ദൈവത്തെ കണ്ടു. എല്ലാവരും പ്രശ്നത്തെ കണ്ടു. തീ എന്ന പ്രശ്നത്തെ കണ്ടു. ആളിക്കത്തുന്ന തീച്ചൂളയെ കണ്ടു. പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ച ഒത്തിരി പേരുണ്ടായിരിക്കണം, പരിഹസിച്ച ഒത്തിരി പേരുണ്ടായിരിക്കണം. അതിന് മധ്യത്തിൽ അവർ ദൈവത്തെ കണ്ടു. നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ടായേക്കാം. നിങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം. അതിന് മധ്യത്തിലും പ്രിയരെ, നിങ്ങൾ ദൈവത്തെ കാണുമെങ്കിൽ ആളിക്കത്തുന്ന ഈ തീ ചൂള സമാനമായ സാഹചര്യമുണ്ടല്ലോ, അത് നിങ്ങൾ കുളിർ മഴയായി ആസ്വദിക്കും. ഓ താങ്ക് യു ലോർഡ്. പ്രശ്നങ്ങളുടെ മധ്യത്തിലുള്ള വിടുതൽ എൻജോയ് ചെയ്യുന്നവരായി. ഏറ്റവും വലിയ ഗ്രേസാണ്, കൃപ. പ്രശ്നമില്ലാത്ത ജീവിതമല്ലാതെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ ആസ്വദിക്കുവാൻ കഴിയുക. ചിലർ ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വിടുതൽ ആസ്വദിക്കുവാൻ തുടങ്ങിയ ദൈവത്തെ കാണുന്ന ചിലർ. ആമേൻ. ദാനിയേൽ കാണുക 6-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ, സിംഹക്കുഴിയിൽ ദാനിയേൽ ദൈവത്തെ കണ്ടു. രാജാവ് സിംഹത്തെ കണ്ടു, ഒപ്പമുള്ളവർ സിംഹത്തെ കണ്ടു, ദാനിയേൽ ദൈവത്തെ കണ്ടു. ഫലം എന്താണ്? സിംഹക്കുഴി ദാനിയേലിന് വിരുന്ന് വീടായി മാറി. ഒരു ദിവസം താമസിച്ച് ടാറ്റ പറഞ്ഞ് പിറ്റേന്ന് സിംഹക്കുഴിയിൽ നിന്ന് കയറിപ്പോകുവാൻ ദാനിയേലിന് ദൈവം അവസരമൊരുക്കി. എന്തുകൊണ്ട്? ദാനിയേൽ ദൈവത്തെ കണ്ടതുകൊണ്ട്. നിങ്ങൾ ദൈവത്തെ കാണുമെങ്കിൽ പ്രിയരെ, പ്രശ്നം എത്ര വലുതാണോ അതിന് മധ്യത്തിൽ ദൈവം നിങ്ങൾക്ക് വിടുതലൊരുക്കും. കാരണം നിങ്ങൾ വിശ്വാസത്താൽ കാണുന്ന ദൈവത്തിന് നിങ്ങളെ വിട്ട് മാറിപ്പോകുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ
നിങ്ങൾ പറയും ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഈ പ്രശ്നത്തിൽ എനിക്കൊപ്പം ആരുമില്ല. ശരിയാണ്, നിങ്ങൾക്കൊപ്പം ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിഴൽ പോലും കൂടെ ഇല്ല എന്ന് പറയുവാൻ കഴിയുന്ന വിധത്തിൽ പ്രശ്നങ്ങൾ വളരുകയാണ്. പക്ഷേ നിങ്ങൾ അദൃശ്യ ദൈവത്തെ കാണുവാൻ തയ്യാറാകുമെങ്കിൽ, വിശ്വാസത്താൽ കാണുവാൻ തയ്യാറാകുമെങ്കിൽ, ആ ദൈവം പ്രശ്നത്തിന് മധ്യത്തിൽ നിങ്ങളോട് കൂടിയിരിക്കും, നിങ്ങൾക്ക് മുമ്പിൽ വഴി തുറന്നു തരും. ദൈവത്തെ കാണുന്നവൻ ഉറച്ചു നിൽക്കും, ദൈവത്തെ കാണാത്തവനോ ഓടിപ്പോകും. ആരെ പോലെ? നമ്മുടെ യോനായെ പോലെ. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോന ഓടിപ്പോവുകയാണ്. യോന പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം യോന നിനവയിൽ കാണുകയാണ്. ആ പ്രശ്നത്തെ കണ്ട് യോന ഓടിപ്പോയി. ഫലം എന്താണ്? 1-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോന കടലിൻ്റെ ആഴത്തിലേക്ക് താണ് പോവുകയാണ്. നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ കുറച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, ഓടിപ്പോകുന്നവൻ താണുപോകും. അവിധത്തിൽ താണുപോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്ക്, ആ താഴ്ചയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ കാണുവാൻ കഴിയണം. എങ്ങനെ കാണുവാൻ കഴിയും? വിശ്വാസത്താൽ കാണുവാൻ കഴിയണം. വലിയ ദുരന്തങ്ങളെ നിങ്ങൾ വിശ്വാസത്താലല്ലേ കാണുന്നേ? അതേപോലെ വിശ്വാസത്താൽ ദൈവത്തെയും കാണും. ഈ പ്രശ്നത്തിന് മധ്യത്തിൽ ദൈവം ഉണ്ട്, എനിക്കൊപ്പമുണ്ട്, കാരണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. നീ ദൈവത്തിൻ്റെ മകനല്ലേ, നീ ദൈവത്തിൻ്റെ മകളല്ലേ, അവൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിയവനല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അപ്പം നിന്നെ ഇട്ടിട്ട് പോകുമെന്ന് കരുതുവാണോ? പോകത്തില്ല, നിന്നെ വിട്ടവൻ പോകത്തില്ല. ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല എന്ന് പറഞ്ഞവൻ സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങളായിരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ പരിചയക്കാരെയും ബന്ധുക്കളെയും പോലെ അപ്പോൾ മാത്രമല്ല, ഏതു ദുഃഖത്തിലും ഒറ്റപ്പെടലിൻ്റെ മരുഭൂമിയിൽ നിങ്ങൾ അലനുഴലുമ്പോഴും ദൈവം നിങ്ങൾക്കൊപ്പം കാണും. ആ ദൈവം നിങ്ങൾക്ക് വഴി തുറക്കും. ആ ദൈവത്തെ വിശ്വാസത്താൽ കണ്ട് വിടുതലിലേക്ക് വഴി നടക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങളെപ്പോലെ ദുരന്തം കണ്ട് ഭയപ്പെട്ട് ഞെട്ടി ഉണരുന്ന അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ പ്രവർത്തിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. എന്നാൽ കണ്ടോടെ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം. പ്രശ്നങ്ങളെ കണ്ട് ഭയന്നായിരിക്കുന്നവർ ഇപ്പോൾ അങ്ങയുടെ വചനപ്രകാരം യേശുവിനെ കാണട്ടെ. യേശുവിനെ കാണുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ രോഗത്തിന് മധ്യത്തിൽ മരണത്തെ ഭയപ്പെട്ടായിരിക്കുന്നവർ, രോഗമുഖാന്തരമുള്ള ദുരിതങ്ങളെ ഭയപ്പെട്ടായിരിക്കുന്നവർ യേശുവിനെ കണ്ട് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. സൗഖ്യമാകാം. ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. ശത്രുക്കൾ മുഖാന്തരം ജോലികൾ നഷ്ടപ്പെടുന്ന അനുഭവത്തിൽ ഭയന്നായിരിക്കുന്നവർ യേശുവിനെ കണ്ട് തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി മാറട്ടെ. താങ്ക് യു ലോർഡ്. ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ. പിരിച്ചുവിടൽ ഭയന്നായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഉറയ്ക്കട്ടെ. ജോലികൾ സ്ഥിരമാകട്ടെ. സ്തോത്രം. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ചെറുതും വലുതുമായ കച്ചവടങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ. കൊടുക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ലോണുകൾ അടയ്ക്കുവാൻ, തലമുറകളുടെ വിദ്യാഭ്യാസം, ആവശ്യങ്ങൾ സകലത്തിനും തക്കത് എൻ്റെ ദൈവങ്ങൾ നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യേശുവിൻ നാമത്തിൽ. വസ്തു വാങ്ങലുകൾ നടക്കട്ടെ. അഡ്വാൻസ് കൊടുത്തു വളരെ നാളായി ഭാരത്തോടെ ആയിരിക്കുന്നു. പ്രമാണം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വസ്തുക്കൾ, വീടുകൾ വാങ്ങട്ടെ, വീടുകൾ വയ്ക്കട്ടെ. സ്തോത്രം. കൊടുക്കുവാനുള്ളത് കൊടുക്കുവാൻ വഴികൾ തുറക്കുന്നതിനൊപ്പം ലഭിക്കേണ്ട നന്മകൾ ലഭിക്കപ്പെടട്ടെ. തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ കൊടുക്കത്തില്ല എന്ന് വാശിയോടെ ചിലരുടെ ഹൃദയങ്ങൾക്ക് രൂപാന്തരമുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസം, ഭാവി അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. പുറത്തുവിടത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളും നസ്രനായ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ. സ്തോത്രം. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. കടന്നു പോകുന്നിടത്തൊക്കെയും ഇവർക്ക് ജയം നൽകി എൻ്റെ ദൈവങ്ങൾ മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലുതും ചെറുതുമായ സകല വിഷയങ്ങളുടെ മേലും
മറുപടി നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ഇന്ന് നാം ഒരുമിച്ചായിരുന്ന പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കുമ്പോഴേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.